topic is linear transformation. So let V and U be vector spaces over the same field K. A mapping F from V to U is called a linear mapping or linear transformation if it satisfies the following two conditions. That are, for any vectors V, W element of capital V, F of V plus W is equal to F of V plus F of W, and for any scalar K and vector V element of V, F of KV is equal to K into F of V. And here namely F from V to U is linear if it preserves the two basic operations of a vector space. That already you know, that are the vector addition and that of scalar multiplication. And substituting K is equal to 0 into the condition 2, we will get F of 0 is equal to 0. Thus, every linear mapping takes the 0 vector into the 0 vector. And now, for any scalars AB element of K and any vector VW element of V, we obtain F of AV plus BW is equal to F of AB, AV plus F of BW. And that implies A into F of V plus B into F of W. And more generally, for any scalars AI element of capital A and any vectors Vi element of V, we obtain the following basic property of linear mappings. And that is F of A1 V1 plus F of A2 V2 plus etc. plus AM VM is equal to A1 F of V1 plus A2 F of V2 plus etc. plus AM F of VM. അപ്പോൾ ഇവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വെക്ടർ സ്പേസസ് ഉണ്ട് വി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ലീനിയർ മാപ്പിംഗ് ഉണ്ടായിരിക്കും ഓർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിൽ അത് ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് രണ്ട് വെക്ടേഴ്സ് വി ഡബ്ല്യു എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ്, അപ്പോൾ ആ രണ്ട് വെക്ടേഴ്സിൻ്റെ അഡീഷൻ നമുക്കൊരു ഈ സെയിം ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും അത് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇഫ് യു ആർ അപ്ലൈയിങ് ഇൻഡിവിജ്വലി. ഓക്കെ, ആ രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ആ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് അതിനെ ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഒരു വെക്ടറിനെ നമ്മളൊരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു റിസൾട്ട്, അതിൽ നമ്മൾ എഫ് എന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടും, അതുപോലെ തന്നെ ആ വെക്ടർ സ്പേസിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു അതിനൊരു സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടും സെയിം ആയിരിക്കണം. ഓക്കെ, നമുക്കറിയാം ലീനിയറിൻ്റെ കേസിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് വെക്ടർ അഡീഷൻ, അതുപോലെ തന്നെ ഹോമോജിനിറ്റി അല്ലെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ, അതായത് എഫ് ഓഫ് കെ വി is equal to കെ ഇൻറ്റു എഫ് ഓഫ് വി, ഇവിടെ സ്കേലാർ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത്തരം കണ്ടീഷനിൽ നമുക്ക് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതായത് 0 വെക്ടർ മാപ്പ് ചെയ്തിരിക്കുന്നത് മറ്റൊരു 0 വെക്ടറിലേക്കായിരിക്കും. ഓക്കെ, ദെൻ നമുക്കിവിടെ കമ്പൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എ വി നമുക്കങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ നമുക്ക് ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ വഴി ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എഫ് ഓഫ് എ വി പ്ലസ് ബി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ വി പ്ലസ് എഫ് ഓഫ് ബി ഡബ്ല്യു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സെയിം കണ്ടീഷൻ, നമ്മുടെ സെക്കൻഡ് കണ്ടീഷനിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഈ രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള റിസൾട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ A1 to AM വരെയുള്ള ആ ഒരു വെക്ടേഴ്സിൻ്റെ സെയിം നമ്മൾ കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? എഫ് ഓഫ് A1 V1 പ്ലസ് A2 V2 പ്ലസ് എക്സെട്ര പ്ലസ് AM VM എന്ന് പറയുന്നത് A1 F of V1 പ്ലസ് A2 F of V2 പ്ലസ് എക്സെട്ര പ്ലസ് AM F of VM. Okay, then we have two remarks here. A linear mapping F from V to U is completely characterized by the condition F of AV plus BW, and that is equal to A into F of V plus, that here there is a plus symbol, I just missed that symbol. Okay, plus here പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് ഡബ്ല്യു. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ ഇക്വേഷൻസിലും നോർമലായിട്ട് യൂസ് ചെയ്യുന്നൊരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആൻഡ് സെക്കൻഡ് റിമാർക്ക് ഈസ് ദ ടേം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റാദർ ദാൻ ലീനിയർ മാപ്പിംഗ് ഈസ് ഫ്രീക്വൻറ്റ്ലി used for the linear mapping of the form F from Rn to Rm. ഓക്കെ, അപ്പോൾ Rn to Rm എന്നുള്ളതിൽ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. ആ ഒരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then now we will see an example.
Let f from R3 to R3 be the projection mapping into the xy plane. That is, f is the mapping defined by f of x, y, z is equal to x, y, 0. And we show that the f is linear. Okay, അപ്പോൾ ഇവിടെ നമ്മളിത് ലീനിയർ ആണോ എന്നാണ് നമ്മൾ ഷോ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് വെക്ടേഴ്സ് എടുക്കുന്നു. എ ഈസ് ഈക്വൽ ടു എ ബി സി, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് സി ഡാഷ്. അപ്പം നമുക്കറിയാം, നമ്മൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സിൻ്റെ സം, അതായത് എഫ് ഓഫ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, എഫ് ഓഫ് എ പ്ലസ് എ ഡാഷ് ബി പ്ലസ് ബി ഡാഷ് സി പ്ലസ് സി ഡാഷ്. അപ്പോൾ ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എക്സ് വൈ 0 ആണ്. ഓക്കെ, ഈ എക്സ് വൈ 0 ആണല്ലോ. അപ്പോൾ ഈ സെയിം കാര്യങ്ങൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, എ പ്ലസ് എ ഡാഷ് ബി പ്ലസ് ബി ഡാഷ് 0. ഓക്കെ, അപ്പോൾ അതെന്താണ്, നമുക്കത് വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എ ബി 0 പ്ലസ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എഫ് ഓഫ് വി പ്ലസ് എഫ് ഓഫ് ഡബ്ല്യു നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് കെ വി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് കെ എ കെ ബി കെ സി. അപ്പോൾ ഇവിടെ കെ എ കെ ബിയും തേർഡ് വെക്ടർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ കെ ഇൻറ്റു എ ബി 0 എന്ന് കിട്ടി. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് വി. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എഫ് ലീനിയർ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഏത് കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ലീനിയർ ആണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് ജി ഫ്രം ആർ ടു R2 be the translation mapping defined by g of xy is equal to x plus 1 y plus 2. Here g adds a vector 1 2 to the vector xy. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ലീനിയർ ആണോ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ജി ഓഫ് 0 നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, 0 വെക്ടർ മാപ്സ് ടു 0 വെക്ടറാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സിനും വൈക്കും 0 എന്ന് നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്, 1 2 ആണ് അല്ലേ. കാരണം എക്സിനും വൈക്കും നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് 1 2 ആണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ഈ ഒരു 0 വെക്ടർ എങ്ങോട്ടല്ല, 0 വെക്ടറിലേക്കല്ല മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഇസ് നോട്ട് ലീനിയർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കില്ല. നെക്സ്റ്റ്, 0 ആൻഡ് ഐഡൻറ്റിറ്റി മാപ്പിംഗ്സ്. Let f from v to u be the mappings that assigns a 0 vector 0 element of u to every vector v element of v. Then for any vector v w element of v and any scalar k element of capital K, we have f of v plus w is equal to 0, and that is equal to 0 plus 0 is equal to f of v plus f of w. And f of kv is equal to 0, and that is equal to k into 0. Okay, because here vector is actually 0. Okay, so that is equal to k into f of v. Thus f is linear and we call f the 0 mapping, and we usually denote it by 0. Okay, then next one, that is identity mapping. Consider the identity mapping I from v to v, which maps each vector v element of capital V into itself. Then for any vector v w element of v and any scalar a b element of k, we have I into av plus bw. That is the function, we are just applying that function I. Okay, I of av plus bw is equal to av plus bw, and that is equal to a I of vw plus b I of w. Okay, and thus we can say this is also linear. കാരണം നമ്മളിത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ഐഡൻറ്റിറ്റി മാപ്പിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഏത് വാല്യൂ ഉണ്ടോ അത് സെയിം വാല്യൂയിലേക്ക് തന്നെയാണ് ഐഡൻറ്റിറ്റി മാപ്പിങ്ങിൽ നടക്കുന്നത്. ഇപ്പോൾ 1 ആണെങ്കിൽ 1ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഐ എന്ന ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് സെയിം എലമെൻറ്റിലേക്ക് തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് എ വി പ്ലസ് ബി ഡബ്ല്യു തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, എ ഇൻറ്റു ഐ ഓഫ് വി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ബി പ്ലസ് ബി ഇൻറ്റു ഐ ഓഫ് ഡബ്ല്യു നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്നുള്ള കേസിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലീനിയർ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റി. അതുപോലെ 0 മാപ്പിങ്ങിൻ്റെ കേസിൽ
രണ്ട് വെക്ടേഴ്സ്, അതായത് വിയും ഡബ്ല്യൂയും, അതിൽ രണ്ടിലും എന്തുണ്ട്, സീറോ വെക്ടർ ഉണ്ട്. അപ്പോൾ ആ സീറോ വെക്ടർ മാപ്പ് ചെയ്തിരിക്കുന്നത് എവിടത്തേക്ക് തന്നെയാണ്, സീറോയിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം എഫ് ഓഫ് വി പ്ലസ് ഡബ്ല്യൂയിൽ ഇവിടെ വി എന്ന് പറയുന്നതും സീറോ ആണ്, ഡബ്ല്യു എന്ന് പറയുന്നതും സീറോ ആണ്. അപ്പം സീറോ പ്ലസ് സീറോ എന്നുള്ളത് അപ്പം സി ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് വി എന്ന് പറയുന്നത് സീറോ ആണ്, എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്തും കെ ഇൻറ്റു വെക്ടർ, ദാറ്റ് വെക്ടർ ഈസ് സീറോ വെക്ടർ, റൈറ്റ്? സോ that is 0. Okay, then we can write it as k into 0, and here this 0 is f of v. So k into f of v. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. സോ 0 as well as identity linear. And next example, let f from R4 to R3 be a linear mapping defined by f of x, y, z, t, x minus y plus z plus t, and 2x minus 2y plus 3z plus 4t, 3x minus 3y plus 4z plus 5t. അപ്പോൾ ഇവിടെ ഒരു ലീനിയർ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഇമേജ് ആണ്. ഇമേജിൻ്റെ ഡയമെൻഷൻ, ബേസിസ് ഓഫ് ദ ഇമേജ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ യൂഷ്വൽ ബേസിസ് വെക്ടേഴ്സ് ഓഫ് R4. അപ്പോൾ R4ൻ്റെ ബേസിസ് വെക്ടേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് 1 0 0 1 0 0 1 0 0 1 0 0 എഫ് ഓഫ് 0 0 0 1, അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ബേസിസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഇമേജ് ഫങ്ഷൻ കിട്ടി. ഓക്കെ, ഇമേജ് വെക്ടേഴ്സ് കിട്ടി. അപ്പോൾ ഈ ഇമേജ് വെക്ടേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഓരോന്നും അപ്ലൈ ചെയ്ത് കഴിയുന്നതിന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. സോ ദ ഇമേജ് വെക്ടർ സ്പാൻസ് ഇമേജ്, സോ image F, and hence form the matrix M whose rows are these image vectors and row reduced to echelon form. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 -1, ഇവിടെ -1 ആണ്, ഇവിടെ എല്ലാം -1 ആണ്. കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ -1 വരും, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ -3, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ -1 -2 -3 ആണ് ഇവിടെ വരിക. ഓക്കെ, ആ -1 -2 -3 എഴുതി. നെക്സ്റ്റ് 1 3 4 and 1 4 5. ഇപ്പോൾ ഇവിടെ നമുക്ക് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് രണ്ട് നോൺ സീറോ റോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റോസ് ആണ് ആക്ച്വലി അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇമേജ് ഫങ്ഷനാണ്. ആ ഇമേജ് വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജ് വെക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്ടേഴ്സാണ് ഇതിൻ്റെ ഇമേജിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഫൈൻഡിങ് ബേസിസ് ഓഫ് ദ കേർണൽ ഓഫ് ദ മാപ്പ് എഫ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കണ്ടീഷനിൽ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഓക്കെ, സോ സെറ്റ് എഫ് ഓഫ് വി ഈസ് ഈക്വൽ ടു 0 വേർ വി ഈസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ സെറ്റ് കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ടു ഈച്ച് ടു ഫോം ദ ഫോളോയിങ് ഹോമോജിനസ് സിസ്റ്റം ഹൂസ് സൊല്യൂഷൻ സ്പേസ് ഈസ് കേർണൽ എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇമേജിൻ്റെ ബേസിസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇമേജ്, ഓക്കെ, ഇമേജിൻ്റെ ബേസിസ്. ആ ഇമേജിൻ്റെ ബേസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഏതാണോ മാപ്പ് ചെയ്യുന്നത് ആ വെക്ടേഴ്സിൻ്റെ ബേസിസ് വെച്ചുകൊണ്ട് ചെയ്തത്. ബേസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബേസിസിൽ നമ്മൾ ആ ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ്, നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ റേഞ്ചിൻ്റെ, ഓക്കെ, റേഞ്ചിൻ്റെ ബേസിസാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ സെറ്റ് എഫ് ഓഫ് വി ഈസ് ഈക്വൽ ടു 0 ദെൻ വേർ വി ഈസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റ്. ഇവിടെ നമ്മൾ ആ സെയിം കാര്യങ്ങൾ, അതായത് ഇവിടെ കേർണലാണ്. കേർണൽ എന്ന് പറയുമ്പോൾ കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം എക്സ് ടു വൈയിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്കിൽ എക്സിലുള്ള വാല്യൂസ് ആ ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ എക്സിലെ വാല്യൂസ്, അതാണ് കേർണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് വി ഈസ് ഈക്വൽ ടു 0 വേർ വി ഈസ് ഈക്വൽ ടു
എക്സ് വൈ സെറ്റ് ടി. അപ്പോൾ ആ എക്സ് വൈ സെറ്റ് ടി നമ്മൾ ഈ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സെറ്റ് കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ടു ഈച്ച് അതർ ടു ഫോം ദ ഫോളോയിങ് ഹോമോജിനസ് സിസ്റ്റം ഓഫ് സൊല്യൂഷൻ സ്പേസ് ഈസ് കേർണൽ എഫ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി രണ്ട് ഫ്രീ വേരിയബിൾസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ആർ വൈ ആൻഡ് ടി. സോ ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ set y is equal to 1 and t is equal to 0 to obtain the solution minus 1 1 0 0, and set y is equal to 0 t is equal to 1 to obtain the solution 1 0 minus 2 1. Thus these are the two solutions for a basis of kernel f. ഇവിടെ നമ്മൾ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ്, കാരണം ഈ ഫ്രീ വേരിയബിൾസ് ആണ്. അപ്പം ഈ ഫ്രീ വേരിയബിൾസിന് നമ്മൾ എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമുക്ക് ബാക്കി വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നമുക്കൊരു ബേസ് ഫോം ചെയ്യുന്നത്, കേർണലിൽ ബേസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് കേർണലിൻ്റെ ബേസിസ് ആണ്. കേർണലിൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വെക്ടേഴ്സ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിൻ്റെ പിവോട്ട് വാല്യൂസ് അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ട്, ആ ഫ്രീ വേരിയബിൾസിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ്, അതാണ് ആക്ച്വലി കേർണലിൻ്റെ കേർണലിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ദെൻ ദീസ് ആർ ദ റെഫറൻസസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം മാപ്പിംഗ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനിലേക്ക് മാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ രണ്ട് കാര്യങ്ങൾ കൂടി, ഒന്ന് കേർണലിൻ്റെ ബേസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, മറ്റൊന്ന് റേഞ്ചിൻ്റെ ബേസ് അല്ലെങ്കിൽ ഇമേജിൻ്റെ ബേസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇമേജിൻ്റെ ബേസാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എങ്കിൽ നമ്മളൊരു ബേസിസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബേസിസിനെ നമ്മളൊരു ഓപ്പറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസിന് നമുക്ക് റോ റെഡ്യൂസ് എക്ലിയോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണ് നോൺ സീറോ, അതാണ് അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇനി കേർണൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കേർണലിൻ്റെ ബേസാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എങ്കിൽ നമുക്കിതിനെ 0 വെച്ച് ഇക്വേറ്റ് ചെയ്യാം. ആ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എക്സ് വൈ സെഡ് വാല്യൂസ് കിട്ടും, ആ കറസ്പോണ്ടിങ് വാല്യൂസ്. ഇനി സപ്പോസ് അതിനൊരു നോൺ സീറോ വാല്യൂസ് ഫ്രീ വേരിയബിൾസ് ഉണ്ട് എങ്കിൽ ആ ഫ്രീ വേരിയബിൾസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിരിക്കും ബാക്കിയുള്ള വാല്യൂസ് വരിക. അപ്പോൾ അത് വെച്ചുകൊണ്ടായിരിക്കും നമുക്കതിൻ്റെ ബേസിസ് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.